നീണ്ട അവധിക്ക് ശേഷം നാട്ടിലേക്ക് മടങ്ങിയപ്പോൾ ചങ്ങരംകുളം സ്വദേശി കൂടെ കൂട്ടിയത് തന്റെ ഓമനകളായ 5 സഹജീവികളെയാണ്. ഇന്തോനേഷ്യയിൽ ജോലി ചെയ്യുന്ന മലപ്പുറം ചങ്ങരംകുളം സ്വദേശിയായ VJ ബിനോജാണ് തന്റെ 3 പൂച്ചകളെയും 2 പട്ടികളെയും അവിടെ ഉപേക്ഷിക്കാതെ വലിയ തുക ചിലവഴിച്ച് നാട്ടിലേക്ക് ഒപ്പം കൂട്ടിയത്. നമ്മൾ വർഷങ്ങളായിട്ട് നമ്മുടെ കൂടെയുള്ള പെറ്റ്സാണ്. അപ്പോൾ അവരെവിടെയെങ്കിലും ഇട്ടിട്ട് പോരുക എന്ന് പറയുന്നത് നമുക്ക് പറ്റുന്നൊരു കാര്യമല്ല. പെറ്റ്സിനെ വാങ്ങിക്കുന്ന പരിപാടിയൊന്നുമില്ല. നമുക്ക് ആദ്യം കിട്ടിയ പെറ്റ്സ് ഇവിടെയുള്ള നിങ്ങളെ വീട്ടിൽ കണ്ട ഡോഗ് തന്നെയാണ്. അതേപോലെ കോവിഡിൻ്റെ സമയത്ത് നമുക്ക് വീട്ടിൽ വന്ന് കയറിയതാണ്. 2 പെറ്റ്സിനെ നമ്മൾ ആദ്യം ഇതിനു മുമ്പ് വേറെ രാജ്യത്തായിരുന്നു, അവിടുന്ന് ഇതേപോലെ അഡോപ്റ്റ് ചെയ്തതാണ്. അതിൻ്റെ ഓണർ മരിച്ചു പോയൊരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ നമ്മൾ ആ സമയത്ത് നമ്മൾ പെറ്റ്സിനെ അഡോപ്റ്റ് ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഒരാൾ വഴി അറിഞ്ഞ് അങ്ങനെ 2 പേര് ഒരുമിച്ച് അഡോപ്റ്റ് ചെയ്തു. പിന്നെ ബാക്കി 3 പേര് ഇതേപോലെ ഇന്തോനേഷ്യയിൽ വെച്ച് നമ്മുടെ കൂടെ കൂടിയതാണ് പല സാഹചര്യങ്ങളിൽ. ഒരാളെ വഴിയിൽ നിന്ന് കിട്ടിയതാണ് പൂച്ച, ഓറഞ്ച് പൂച്ച വഴിയിൽ നിന്ന് കിട്ടിയതാണ്. ഡോഗ്സ് 2 പേര് നമ്മുടെ നെയ്ബേഴ്സിൻ്റെ ഡോഗ്സ് ആയിരുന്നു. അവരിതേപോലെ റീലൊക്കേറ്റ് ചെയ്ത് പോയപ്പോൾ ഇവരെ നോക്കാൻ ആളില്ലാതെയായി. അപ്പോൾ അവർ നമ്മളെ കൂടെ കൂടി. അപ്പോൾ ഇനി വീണ്ടും അതേപോലെ വിട്ടിട്ട് പോകാൻ താല്പര്യമില്ലാത്ത കാരണം അവരെ കൊണ്ട് ഇങ്ങോട്ട് പോകുന്നു. പോവുകയാണെങ്കിൽ തീർച്ചയായും അവരെ ഇവിടെ ഇട്ടിട്ട് പോകാൻ പറ്റില്ല, ഇവിടെ നോക്കാൻ ആളില്ലല്ലോ. അപ്പോൾ അടുത്തത് എവിടെയാണോ അവിടേക്ക് അവർ പോകും. കൊച്ചിയിൽ ആദ്യമായിട്ടാണ് 5 അരുമകളുമായി ഒരു യാത്രക്കാരൻ വിമാനത്തിലെത്തുന്നത്. ഈ യാത്രയ്ക്ക് മാത്രമായി 5 ലക്ഷം രൂപയോളം ചെലവ് വന്നതായി ബിനോജ് പറഞ്ഞു. ഷാലി, ടിക്സ്, ഉനോ എന്നീ പൂച്ചകളും ബെല്ല, മില്ലി എന്നീ പട്ടികളുമാണ് ബിനോജിനൊപ്പം അതീവ സുരക്ഷയോടെ നെടുമ്പാശ്ശേരിയിൽ വിമാനമിറങ്ങിയത്. നിയമ തടസ്സങ്ങളൊന്നുമില്ല. നമുക്ക് ഇതിൻ്റെ പേപ്പർ വർക്ക് കുറച്ച് ചെയ്യാനുണ്ട്. വാക്സിനേഷനും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നിർബന്ധമുണ്ട്. നമുക്ക് അവിടെ ഇന്തോനേഷ്യയിൽ ഉള്ളൊരു ഏജൻറ് ഉണ്ട്, അവിടുത്തെ പേപ്പർ വർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട്. അവിടുത്തെ മിനിസ്റ്ററുടെ അപ്രൂവൽ വേണം നമുക്ക് അവിടുന്ന് പെറ്റ്സിനെ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ അതേപോലെ തന്നെ ഇന്ത്യയിൽ റിക്വയർമെൻ്റ് ഉണ്ട്, നമ്മൾ കസ്റ്റംസിൽ ആദ്യം രജിസ്റ്റർ ചെയ്യണം. അവരൊരു പ്രീ അപ്രൂവൽ തരും. അപ്പോൾ അതിന് നമുക്കിവിടെ എറണാകുളത്തുള്ള ഒരു ഏജൻറ്റാണ്. എയർലൈൻസ് വിമാനത്തിൽ 5 പ്രത്യേക കൂടുകളിലാക്കിയാണ് ഇവയെ കേരളത്തിലെത്തിച്ചത്. ഹോങ്കോങ്ങിൽ ജോലി ചെയ്തിരുന്ന കാലം മുതൽ 7 വർഷമായി ബെല്ലയും മില്ലിയും ബിനോജിനോടൊപ്പമുണ്ട്. ഇന്തോനേഷ്യയിൽ വെച്ചാണ് മറ്റു 3 പേരെയും ബിനോജ് കൂടെ കൂട്ടിയത്. ബിനോജ് തന്റെ അരുമകളെ ഒന്നും വില കൊടുത്തു വാങ്ങിയതല്ല. ഓരോ സാഹചര്യത്തിൽ ഇവ തന്നോടൊപ്പം ചേർന്നതാണെന്ന് ബിനോജ് പറഞ്ഞു. ഉടമസ്ഥൻ മരിച്ചതിനെ തുടർന്ന് നോക്കാൻ ആളില്ലാതായതും വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ടവയുമാണ് ഇപ്പോൾ ബിനോജിനോടൊപ്പമുള്ളത്. ജോലിയിലേക്ക് തിരികെ മടങ്ങുമ്പോഴും തന്റെ അരുമകളെ കൂടെ കൂട്ടുമെന്ന ഉറപ്പും ബിനോജിനുണ്ട്. CNTV ചങ്ങരംകുളം.